ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആട്ടോ. അപ്പോൾ ഞാൻ അനിയത്തിയും കൂടി ഒന്ന് കറങ്ങാൻ പോകാം, പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 10 ആയപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അതേ നല്ല പൊരിഞ്ഞ മഴ. ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബസ്സിൽ തന്നെ പോകാമെന്ന് കരുതി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ബസ്സിൽ കയറി കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് അനിയത്തിനോട് പുറത്ത് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഗ്രാൻഡ് മാളിലാട്ടോ. ഗ്രാൻഡ് മാളിലെ മാക്സിലേക്കാണ് പോയത്. എനിക്ക് അടുത്ത ആഴ്ച തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ കൂടിയ പിന്നെ ഞാൻ എടുക്കുന്ന ഡ്രസ്സൊക്കെ ഞാനറിയാതെ തന്നെ ഓഫ് വൈറ്റോ അല്ലെങ്കിൽ വൈറ്റിലാണ് എൻ്റെ കണ്ണുടക്കുന്നത്. ഞാൻ പൊതുവേ ഒരു ബ്ലാക്ക് ലവർ ആയിരുന്നു, ഞാനിപ്പോൾ ഒരു വൈറ്റ് ലവർ ആയിരിക്കുകയാണ്. എന്താ ഞാൻ എടുത്ത ഡ്രസ്സിൽ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ മാക്സിൽ എന്തോ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു, മാക്സ് മാനിയ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 499 നല്ല സൂപ്പർ കുർത്തീസൊക്കെ 499 അവൈലബിൾ ആയിരുന്നു കേട്ടോ. സോ അതിൽ നിന്ന് ഞാൻ ഒരു 499 ഒരു ഡ്രസ്സ് എടുത്തു. പിന്നെ സെലക്റ്റീവായ കുറച്ച് പ്രൊഡക്ട്സ് 30% ഓഫ്, 50% ഓഫ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതല്ല, പക്ഷേ ഞാൻ എടുത്ത ഡ്രസ്സിന് ഓഫർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓഫറിൻ്റെ ഒരു ഡ്രസ്സും അല്ലാതെ ഒരു നോർമൽ ഡ്രസ്സും എടുത്തിട്ടോ. പിന്നെ നമ്മൾ അടുത്തത് നേരെ സുദിയോയിലേക്കാണ് പോയത്. അപ്പോൾ നെക്സ്റ്റ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നടന്നു പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അനിയത്തിയും കൂടി അങ്ങ് നടന്ന വഴിക്ക് നല്ല വിശപ്പ്. ഒരു ഫുഡ് സ്പോട്ട് പോലും ഇല്ല സുദിയോടെയും ഗ്രാൻഡ് മാളിൻ്റെയും നടക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഷവർമ ഡാഡി എന്ന് പറയുന്ന ആകെ ഒരു സ്പോട്ടാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഷവർമ തന്നെ കഴിക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ കുറേ നാളായി ഷവർമ കഴിച്ചിട്ട്. ന്യൂസിലൊക്കെ ഷവർമയുടെ തരംഗമായപ്പോൾ ഒരു ഉൾഭയം. അതുകൊണ്ട് ഷവർമ കഴിച്ചിട്ട് ഒരുപാട് നാളായി. അങ്ങനെ ഒരുപാട് നാൾ കൂടി കഴിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി, നല്ല ഫില്ലിങ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഷവർമ കഴിച്ചു. പിന്നെ ഒരു ലൈമും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ലൈമും ഷവർമയും നല്ല കോമ്പിനേഷനാണ്. ശരിക്കും വയറ് നിറഞ്ഞു കേട്ടോ. വയറൊക്കെ അങ്ങനെ ഫുള്ളായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പ്രസ്റ്റീജ് മാളിലെത്തിയിട്ടുണ്ടാകും. സുദിയോയിൽ പുറത്ത് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തോന്നി. അവിടെയും ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ ഒരു ഡ്രസ്സ് ഇത്തവണത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ. പിന്നെ ഇതുപോലത്തെ അൽക്കുരത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തു, ചെരുപ്പ്, ബോ, അങ്ങനെ ബാഗ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. ഇതിൻ്റെ എന്നാലും ഒരു ലോങ് വീഡിയോ ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എടപ്പള്ളിപ്പള്ളിയുടെ ഫ്രണ്ടിലുള്ള ബ്യൂട്ടി പാർലറിലേക്കാട്ടോ വന്നത്. ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ത്രെഡിങ്, പിന്നെ ക്ലീനപ്പ്, അങ്ങനെ 1-2 കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കിനും ഭാഗ്യത്തിന് ബ്യൂട്ടി പാർലറിൽ ആരും ഉണ്ടായിരുന്നില്ല, മീൻസ് കസ്റ്റമർ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരെയും ഒരു ടൈമിൽ തന്നെയാണ് കയറ്റിയത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമയം എടുത്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7 മണിയായി. ഒരു മണിക്കൂറോളം ബ്യൂട്ടി പാർലറിൽ പോയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ കയറി കലൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് ബസ്സിൽ കയറി കലൂരെത്തി. കലൂർ കാജൽ എന്ന് പറയുന്ന ലേഡി സ്റ്റോറിലേക്കാട്ടോ വന്നത്. അവിടുത്തെ ഇയറിംഗ് കളക്ഷൻ എന്നൊക്കെ എനിക്കിഷ്ടമാണ്. കുറച്ച് പ്രൈസിയാണ്, പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട്. അവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഫംഗ്ഷൻ ഇടാനുള്ള ഇയറിങ്സ് ഒക്കെ എടുത്തു. ഇതാട്ടോ ഞാൻ എടുത്ത ഇയറിങ്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ എടുത്തു. ഒരു ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ സോ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു കാറ്, പിന്നെ ഹെയർ കളർ, അങ്ങനെ 1-2 ഐറ്റംസ് എടുത്തു കേട്ടോ. അങ്ങനെ അവിടുത്തേത് പർച്ചേസിങ് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള KFCയിലും കൂടി കയറി. അപ്പോൾ തന്നെ സമയം 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഴിക്കേണ്ട, നമുക്ക് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. അത് സെൽഫ് ഓർഡറിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ KFCയും ഓർഡർ ചെയ്തു. പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. അങ്ങനത്തെ ഒരു യൂബറോട്ടയും ബുക്ക് ചെയ്ത് KFC പാഴ്സലായിട്ട് തന്നെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ തന്നെ ടൈം ഒരു 8 മണി ആയിട്ടോ. അപ്പോഴാണ് ശരിക്കും രാവിലെ ഏട്ടൻ എന്തുകൊണ്ടാണ് വരുന്നില്ല, ഞങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടൈം, അതായത് രാവിലെ ഇറങ്ങിയിട്ട് രാത്രി വരെയുള്ള ഷോപ്പിങ്ങിന് പോകുന്നത്. കാരണം സാധാരണ ഞാൻ ഇപ്പോഴും ഏട്ടൻ്റെ കൂടെയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. ആദ്യമായിട്ടാണ് അനിയത്തിയോടെ പോയത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ മാക്സിൽ ചെന്ന് ട്രൈ ചെയ്ത എല്ലാ ഡ്രസ്സും തന്നെ വൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് കണ്ട പിസ്ത ഗ്രീൻ വെച്ച് ബാക്കി എല്ലാം ഞാൻ വൈറ്റ് ആയിട്ട് എടുത്തത്. ലാസ്റ്റ് ഞാൻ എടുത്ത ഡ്രസ്സ് ഇതാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഓഫ് വൈറ്റിൽ നെക്ക് പോർഷൻ ഫുള്ള് നല്ല പിങ്ക് കളറിൽ ത്രെഡ് വർക്ക് വരുന്ന ഒരു ഡ്രസ്സായിരുന്നു. ഫുൾ സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാർട്ടി വെയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.